എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു ഈ ഒരു ഫീൽഡിൽ വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് സർക്കാർ ഓഫീസുകളിൽ നിന്നാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ അടുത്ത് കഴിഞ്ഞ 10 വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുവാണ്. പല വേദനിക്കുന്ന അനുഭവങ്ങളാണ് അവിടുന്ന് കിട്ടുന്നത്. അവരുടെ കഴിവനുസരിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ കുട്ടികളെയും വ്യക്തിപരമായിട്ട് അസസ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പല കുട്ടികളെയും ഇവിടെ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പല സെക്ഷനുകളായിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ട് ജോലിക്കാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എംഎഡ് ഉണ്ട്, LLB ഉണ്ട്, അഡ്വക്കേറ്റാണ്, അതുപോലെ തന്നെ MSW സോഷ്യൽ വർക്കറാണ്, നിഷ്കളങ്കരാണ്. ഇത് ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പറയുക മാത്രമല്ലാതെ വേറെ ഒന്നും സമൂഹത്തിലോ സർക്കാരോ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചെറിയ ഗ്രാൻഡ് നൽകുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ തുച്ഛമായ വേജസോടുകൂടിയാണ് അവർ ഈ ഒരു സർവീസ് ചെയ്യുന്നത്. വളരെ സങ്കടകരമായൊരു ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ എയ്ഡഡ് പദവി ലഭിച്ചിട്ടുള്ള ഒറ്റ സ്ഥാപനങ്ങളും കേരളത്തിലില്ല. അവരുടെ ഭിന്നശേഷിയുടെ പേരിൽ പിന്നിലേക്കാകരുത്. അവരുടെ ഒരു കുടുംബങ്ങളും പോലും ഉത്തരവാദിത്തത്തിൻ്റെ ഭാരത്തിൽ ഒറ്റപ്പെടരുത്. ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണം, അവരുടെ അവകാശങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ നമുക്കിവിടെ ഇല്ല. ചെറിയൊരു സ്പാർക്ക്, ഒരൊന്ന് കളിയാക്കിയാൽ മതി കുട്ടിയുടെ മാനസിക നില ഇത് തെറ്റാനായിട്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിനും വ്യക്തമായിട്ടുള്ള മറുപടി തന്നിട്ടില്ല. കൊച്ചിയിൽ കഫേകൾക്ക് ഒരു പഞ്ഞമില്ലല്ലേ. നിങ്ങൾക്ക് എസ്തെറ്റിക് കഫേ വേണമെങ്കിൽ അതുണ്ട്, അതേപോലെ ലക്ഷൂറിയസ് കഫേ വേണമെങ്കിൽ അതുണ്ട്. പലതരത്തിലുള്ള കഫേകളുടെ ഒരു സ്ഥലം തന്നെയാണ് കൊച്ചി. പക്ഷേ നമ്മുടെ കൊച്ചിയിലെ നായരമ്പലത്തിൽ വാടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിടിലൻ കഫേ ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കഫേ. ആ കഫേയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു കൂട്ടം സ്പെഷ്യൽ കിഡ്സ് ചേർന്ന് അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു കഫേയാണ്. ആൻഡ് ആ കഫേയുടെ പിന്നിൽ ഒരാളുണ്ട്, സിസ്റ്റർ വിമൽ ഗ്രേസ്. നമുക്ക് പരിചയപ്പെട്ടാലോ? വെൽക്കം സിസ്റ്റർ. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ കിഡ്സിൻ്റെ ഒരു കഫേ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം സന്തോഷവും അതേപോലെ തന്നെ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഈ ഒരു കഫേ എങ്ങനെയായിരിക്കും നടന്നു പോവുക, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയെന്നുള്ളത്. സിസ്റ്ററാണ് അതിന് പിന്നിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്? ഞാൻ 16 വർഷമായി ഈ ഒരു ജീവിത ദൗത്യമായിട്ട് ഇത് തിരഞ്ഞെടുത്തിട്ട്. സന്യാസ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ളൊരു വിളിയാണ് എൻ്റെ ഇത്. അപ്പോൾ ഞാൻ കാണുന്നത് സമൂഹത്തിൽ നിന്നും ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ഏഞ്ചൽസാണ്, നിഷ്കളങ്കരാണ്, ഇത് ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പറയുക മാത്രമല്ലാതെ വേറെ ഒന്നും സമൂഹത്തിലോ സർക്കാരോ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ കരുണ മാത്രം അർഹിക്കുന്നവരല്ല, അവരുടെ അവകാശങ്ങളും അവസരങ്ങളും അതോടൊപ്പം തന്നെ നമ്മളെപ്പോലെ തന്നെ തുല്യ പരിഗണനയും അർഹിക്കുന്നവരാണ്. ആ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ഒരു ഇൻക്ലൂസീവ് പ്രോഗ്രാമായിട്ടിത് മാറും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു തുടങ്ങിയിട്ടുള്ളത്. അത് ശരിക്കും വളരെ മീനിങ് ഫുള്ളാണ്. കാരണം കുട്ടികൾക്ക് എല്ലാവരുമായിട്ട് ഇടപഴകുവാനും അവരുടെ ഉത്തരവാദിത്വ ബോധം വളർത്തുവാനും സ്വയം പര്യാപ്തതയിലേക്ക് വളരുവാനും അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കഴിവുകൾ വളർത്താനും സ്വപ്നങ്ങളൊക്കെ നിറവേറപ്പെടും എന്നുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കാനൊക്കെ ഇത് വളരെ സപ്പോർട്ടാണ്. ഇപ്പോൾ സിസ്റ്റർ തന്നെ പറയുകയുണ്ടായി, അതായത് നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയുന്നത്, സ്പെഷ്യൽ കിഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കരുണയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ഭാഗത്തിലേക്ക് അവരെ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അതിലേക്ക് മാത്രം പരിഗണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടി അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും, പക്ഷെ ആ ആഗ്രഹങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് പേരൻസിനും അതേപോലെ നമ്മുടെ സൊസൈറ്റിക്കും ഒക്കെ അതിനെ ഒന്ന് പിന്തുണയ്ക്കാനാവുക? ഏത് രീതിയിലാണ് നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്? ശരിക്കും ഇവരുടെ ഈ കേരളത്തിൽ 300ഓളം സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. അതിൽ 10,000-ഓളം കുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും വളരെ സങ്കടകരമായൊരു ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ എയ്ഡഡ് പദവി ലഭിച്ചിട്ടുള്ള ഒറ്റ സ്ഥാപനങ്ങളും കേരളത്തിലില്ല. അപ്പോൾ സർക്കാരും സമൂഹവും, കാരണം ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മാതാപിതാക്കളോടൊപ്പം തന്നെ, മാതാപിതാക്കളോട് വളരെ ത്യാഗത്തോടു കൂടി ചെയ്യുന്ന ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ, പ്രത്യേക യോഗ്യതയും അതുപോലെ തന്നെ പ്രത്യേക പരിശീലനവും നേടിയിട്ടുള്ള അധ്യാപകരുണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ട്.
അവരെല്ലാവരും തുച്ഛമായ വേതനത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിലും ഇപ്പോഴും അവർ കുടുംബത്തിനെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭാവിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ജീവിത ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഇവരെയും ചേർത്ത് പിടിക്കേണ്ടവരാണ്. സമൂഹത്തിലേക്ക് അവരുടെ എല്ലാ കഴിവുകളും മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് അഭിമാനത്തോടു കൂടി അവരെ ജീവിക്കാൻ അനുവദിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ സന്യാസ ജീവിതത്തിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള വഴികൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിൽ തന്നെ പ്രത്യേകമായിട്ട് ഈ സ്പെഷ്യൽ കിഡ്സ് എന്നുള്ള അല്ലെങ്കിൽ അവരെ പരിചരിക്കുക, അവർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുക എന്നുള്ള ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടാവും, ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതെന്താണ് ശരിക്കും ഇതിലേക്ക് നയിച്ചത്? അതിലേക്ക് നയിച്ചത് ഒരു ജീവിത ദൗത്യമെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ദൈവവിളി തന്നെയാണത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചതായിട്ടാണ് എനിക്ക് എപ്പോഴും നോക്കി കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സ് അല്ലാതെ തന്നെ സിസ്റ്റേഴ്സിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് അധ്യാപകരുമുണ്ട്. അവരിലും പ്രത്യേകത ഈ ഒരു ജീവിത ദൗത്യമായിട്ട് ഒരു വിളിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ സാധിക്കും ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണന എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു ദൗത്യത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എല്ലാ സർവീസും ചെയ്യാനായിട്ട് ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിലും ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ MEd ഉണ്ട്, LLB ഉണ്ട്, അഡ്വക്കേറ്റ് ആണ്, അതുപോലെ തന്നെ MSW സോഷ്യൽ വർക്കറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതും ചെയ്യുവാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഈ ഒരു ഫീൽഡ് തന്നെയാണ്. വളരെ സന്തോഷമാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ സിസ്റ്റർ, ഞാൻ ഈ വിദ്യാർത്ഥികളിൽ മാത്രമല്ല, ഞാൻ ഇവിടെ വന്ന സമയത്ത് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമ്മളിവിടെ കാണുകയുണ്ടായി. ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിലും അതേപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന 1-2 പേരും അതായത് റിസപ്ഷനിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനെ ഒരു ഇൻക്ലൂസീവ്നെസ് കൂടി ഈ ഒരു സ്ഥാപനം, അതായത് ഇപ്പോൾ കരുണ സ്പെഷ്യൽ സ്കൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ ആ ഒരു ഇൻക്ലൂസീവ്നെസ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്ന നമ്മൾ ഒരു സ്കൂളിൽ ഒരു കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ നോർമലി എല്ലാ ടീച്ചേഴ്സിനും ഈ കുട്ടീനെ കുറിച്ചുള്ള ലക്ഷ്യം ഉണ്ടാവും, ഇന്ന നിലയിൽ എത്തിത്തീരണം എന്നുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളൊരിക്കലും ഇവരെ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളിലില്ല. ഞങ്ങൾക്ക് എപ്പോഴും അവരെ ആ ഒരു നമ്മളെപ്പോലെ തന്നെ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ നോക്കിക്കാണുന്നു. അങ്ങനെ ഒരു ചിന്താഗതിയിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ട് അവരെ ഒരിടത്തും എത്തിച്ചേർന്നില്ലെങ്കിൽ അത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ അവരുടെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിംഗ് ആണ്. സാധാരണ നോർമൽ സ്കൂളിംഗ് പോലെ തന്നെ സ്കൂളിംഗ് ആണ്. അതിനുശേഷം ഇവരെ തൊഴിൽ പരിശീലനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരുടെ കഴിവനുസരിച്ചിട്ട് ഞങ്ങൾ അവരെ ഓരോ കുട്ടികളെയും വ്യക്തിപരമായിട്ട് അസസ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നത്, തൊഴിൽ പരിശീലനം കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ട് പല കുട്ടികളെയും ഇവിടെ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട്. റിസപ്ഷനിസ്റ്റ് ആയിട്ടുണ്ട്. അത് നമ്മളുടെ ഭിന്നശേഷിക്കാരായ എസ്പെഷ്യലി ബുദ്ധിപരമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പല സെക്ഷനുകളായിട്ട് അവരുടെ കഴിവനുസരിച്ചിട്ട് ജോലിക്കാരായിട്ട് നിയമിച്ചിട്ടുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന് നിങ്ങൾ 2-3 പേരെ കണ്ടിരുന്നു. അവർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരാണ്. ബാക്കി കാര്യങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് കുട്ടികളെ നോക്കാനും, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ട ടീച്ചർ ഞങ്ങളെക്കാളും എല്ലാവരെയും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അന്ന മാത്യു എന്നാണ് പേര്. നല്ല ഭംഗിയായിട്ട് വളരെ സപ്പോർട്ടീവാണ്. ഉള്ള കഴിവുകളനുസരിച്ചിട്ട് മാക്സിമം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. ഇപ്പോ നമ്മളിവിടെ വന്ന സമയത്തേ ഇവിടെ ഒരുപാട് ഈ പറയുന്ന പോലെ നായക്കുട്ടികളുണ്ട്, അതേപോലെ തന്നെ കിളികളുണ്ട്, അതേപോലെ മീനുണ്ട്. അങ്ങനെ ഭയങ്കര നല്ലൊരു രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ചെടികളൊക്കെയുള്ള ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഒരു മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ചേർത്തൊരു സ്വർഗം പോലൊരു സ്ഥലമാണ്. അപ്പൊ അതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തത്? അതിന് പിന്നിലുള്ളൊരു ഞങ്ങൾക്ക് ശരിക്കും എവിടെ പോയാലും കിട്ടാത്ത ഒരു സ്വർഗീയ അനുഭൂതി മോള് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കുട്ടികളുടെ ഇന്നസെൻസ് ആണ് ഇവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്.
അതൊരു നമുക്കൊരു ഒരിക്കലും കിട്ടാത്തൊരു സംഭവമാണ്, ഒരു അനുഭൂതിയാണത് ശരിക്കും. ജീവിതത്തിൻ്റെ ആനന്ദം എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും. ഞങ്ങളെല്ലാവരും ലൈഫ് ലോങ് എനിക്ക് 16 വർഷത്തോളം ഇവിടെ അത് അനുഭവിക്കാൻ സാധിച്ചത് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇന്ന് നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന് എനിക്ക് തോന്നുന്നു ദൈവം പ്രത്യേകം ഇവരെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു ഇന്നസെൻസ് ഈ ലോകത്തെല്ലായിടത്തും സമൂഹത്തിന് എല്ലായിടത്തും കൊടുക്കാനുള്ളൊരു ദൗത്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് ശരിക്കും ഈ പിള്ളേരിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പം ഈ പറയുന്നത് പോലെ ഇപ്പം എന്താണ് ജീവജാലങ്ങളെയൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടാണല്ലോ ഈ ഒരു വൈബ് തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ്. അപ്പം ഈ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്രയേറെ നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല നമുക്ക് സന്തോഷം തരുന്ന രീതിയിലേക്ക് നായകളാണെങ്കിലും അതേപോലെ കിളികളാണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ലൈക്ക് ഇവിടെ കുട്ടികളെ അപ്പുറമായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ഇതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താണ്? അതെ, അത് ശരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് കുട്ടികൾ ഇങ്ങോട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കടന്നു വരുമ്പോൾ അവർക്കത് ആ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലൊരു സിമ്പതിയാണ് എല്ലാവർക്കും ഈ കുട്ടികളോട് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെയല്ല, ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാഫിന് എല്ലാവർക്കും പ്രൊഫഷണലി നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു പ്രൊഫഷണലി ചിന്താഗതിയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെഡിക്കേഷനിലേക്ക് വരുന്ന ഒരു കെയറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ ടച്ച് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. എന്നാൽ ഒരു ക്രിയേറ്റീവാണ്. ക്രിയേറ്റിവിറ്റി എപ്പോഴും ഒരു ഇന്നോവേറ്റീവ് പുതുമ ഉണ്ടാകുന്നത് കുട്ടികളുടെ മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇത് മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളിനി അടുത്ത ദിവസം വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കില്ല ഇവിടെ കാണുന്നത്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ സാധാരണ കൊണ്ടുവരാറുള്ളത്? ഇപ്പോൾ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്ന കഫേയില്ലേ, അവിടെ നേരത്തെ നിറയെ പക്ഷികളൊക്കെ ആയിരുന്നു. ഒരുപാട് പക്ഷികളും പെറ്റ്സും മൊത്തം ആ ചെറിയ സ്ഥലത്ത് അങ്ങനെയായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ പല ടൈപ്സ് ഓഫ് പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം അത് മാറി അവിടെ കാന കഫേ ആയി. അത് ശരിക്കും ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂയിങ് പ്രൊജക്റ്റാണത്. ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെടികൾ വയ്ക്കുന്നത് അതൊക്കെ എല്ലാം ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇനി ഇതിൻ്റെ കുട്ടികളിപ്പോൾ ഒരുമിച്ചാണ് ഇവിടെ ഇങ്ങനെ എടുക്കണതാണ്. കുട്ടികളെ ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചാണ്. സ്കൂളും വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അതും ഒരു പ്ലാനിങ് ഉണ്ട്. സെപ്പറേറ്റ് ആക്കി അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും. ഇവരിപ്പോൾ ഒരുമിച്ച് പോണതുകൊണ്ട് കുട്ടികളെ പോലെ തന്നെ ചിലപ്പോൾ ഇവരുടെ ട്രെയിനിങ്ങും അത് പോകുന്നത് ഒരു ചിന്താഗതി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതും കൂടി മാറ്റിയെടുക്കുന്ന മറ്റേ സെപ്പറേറ്റ് ആക്കി കഴിയുമ്പോഴേക്കും ഞങ്ങളും കുറച്ചും കൂടി ഡെവലപ്ഡായ ആൾക്കാരാണ്. അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ കുറേ കാര്യങ്ങൾ സെപ്പറേറ്റഡ് ആണ് പിള്ളേർ. സിസ്റ്റർ, ഇപ്പോൾ ഈ കാന കഫേയിലേക്ക് എങ്ങനെ എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ കാന കഫേയുടെ ഈ പേരിന് പിന്നിലൊരു കഥ സിസ്റ്റർ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളിലെ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറവുകൾ നികത്തപ്പെടുന്നതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഇടപെടലിലൂടെ ക്രിസ്തു ഒരു കല്യാണ വിരുന്നിലുണ്ടായ കുറവുകൾ നികത്തപ്പെടുന്നതാണ് കാണുന്നത്. അത് ആ ഒരു റിഫ്ലക്ഷനിലൂടെയാണ് ഇങ്ങനത്തെ ഒരു പേര് വരാനായിട്ട് കാരണം ഞങ്ങളിലും ഇതൊരു മിറക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു അത്ഭുതമാണ്. ഈ ഒരു സംഭവം ഇവിടെ ഇത്രത്തോളം കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്, അത്ഭുതമാണ്. ആ അത്ഭുതം ഇനിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് മറ്റുള്ളവർക്ക് വളരെയധികം സന്തോഷവും സ്നേഹവും ഒക്കെ പകർന്നു കൊടുത്തിട്ടുള്ളതായിരിക്കും. അതിൻ്റെ അകത്ത് ഒരുപാട് കുറവുകളുണ്ടാകും. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ആ കുറവുകൾ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടുകൂടി നമ്മൾ നോക്കിക്കാണുകയും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ഈ കാന കഫേ വന്നു, അപ്പം അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറമായിട്ട് ഇതിപ്പോൾ വന്നതിന് ശേഷം കുട്ടികൾക്കുണ്ടായ ചേഞ്ച്, അതേപോലെ നമ്മുടെ എങ്ങനെയാണ് ഈ കഫേ പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതേപോലെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വരുന്നവരൊക്കെ എന്താണ് പറയുന്നത്? കസ്റ്റമേഴ്സ് പറയുന്നത് ശരിക്കും ഇവർക്ക് ഇതിനെപ്പറ്റി ഒട്ടും കസ്റ്റമേഴ്സിന് അറിയില്ലായിരുന്നു. പലരും പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, ഞങ്ങൾക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ
ഒരു കാരുണ്യ പ്രവൃത്തി മാത്രമായിട്ട് വീക്ഷിക്കുന്ന ഒരു സമൂഹമാണ് കൂടുതലും. പക്ഷെ ആ ഒരു ചിന്താഗതി അവരുടെ മാറുന്നുണ്ട്. ഇവർക്കും ചെയ്യാൻ കഴിയും, ഞങ്ങളും സമൂഹത്തിൽ, കുട്ടികൾക്കാണെങ്കിൽ ഞങ്ങളും സമൂഹത്തിൽ വിലപ്പെട്ടവരാണ്, ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് വളരാനും അതിന് ആളുകളുടെ വരുന്നവരുടെ സപ്പോർട്ടും വളരെയധികം അവരുടെ ആത്മവിശ്വാസം വളർത്തുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു ഇതൊരു ഇൻക്ലൂസീവ് പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇവരെ കാണുമ്പോഴൊക്കെ ഒരു പേടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ആത്മവിശ്വാസത്തോടു കൂടി സെർവ് ചെയ്യാനും അതുപോലെ ചായയൊക്കെ ഉണ്ടാക്കാനും ഷേക്സ്, ഇത് ഐസ്ക്രീംസൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. അതെല്ലാം അവർ തന്നെ ഉണ്ടാക്കാനൊക്കെ ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. ഒരു സ്ഥിരം വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ കുട്ടികളോടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്, ക്ഷമയോടുകൂടി അവിടെ ഇരുന്നുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ കാന കഫേ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഇതിലേക്ക് ഇനി വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് എന്താണ് അവർ പ്രതീക്ഷിക്കേണ്ടത്? ഒരു കുട്ടിയും അവരുടെ ഭിന്നശേഷിയുടെ പേരിൽ പിന്നിലേക്കാകരുത്. അവരുടെ ഒരു കുടുംബങ്ങളും പോലും ഉത്തരവാദിത്തത്തിൻ്റെ ഭാരത്തിൽ ഒറ്റപ്പെടരുത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ സ്വപ്നങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് വളരാനും അവരുടെ സ്വപ്നങ്ങളെല്ലാം ഫലമാകുന്നതിനും അഭിമാനത്തോടെ സമൂഹത്തിൽ ജീവിക്കുന്നതിനും സമൂഹത്തിൻ്റെ സപ്പോർട്ട്, പിന്തുണയും ഉറപ്പും അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നവരിപ്പം കഫേ എന്ന് പറയുന്ന സമയത്ത് വലിയ കുറച്ചൊരു ചില ആളുകൾ വളരെ വലിയ ഇതാണെന്നുള്ള രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾ ചേർന്ന് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതീക്ഷയായിട്ട് വരുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ വരണം. കാരണം അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാവരെയും പോലെ തന്നെ പ്രതീക്ഷയോടുകൂടി തന്നെ വരണം. പക്ഷേ അല്പം ക്ഷമയും അവരെ വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി കാണാനുള്ള ഒരു വാത്സല്യവും ഉണ്ടാവണം. ക്ഷമയോടുകൂടി തന്നെ അവരെ നോക്കിൽ കണ്ടുകൊണ്ട് ഈ ഒരു കുട്ടികളുടെ ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യണം. പലതരത്തിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന കുട്ടികളാണുള്ളത്. ഡെഫിനറ്റ്ലി ഇത് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും അധികം ടച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കുട്ടികളുടെ അവരുടെ ആ ടെൻഷൻസൊക്കെ കൊണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിന് ശേഷം അവർ കൈകൂപ്പി നിന്ന് സോറി പറയുന്ന മൂമെൻറ്റ്സ് ഉണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമുക്കില്ലാത്തൊരു പറയുന്ന അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അത് പല കുട്ടികളിൽ നിന്നും ആ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇൻക്ലൂസീവ് അല്ലാത്തൊരു സൊസൈറ്റിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ചില ടെൻഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടെൻഷൻസിനെയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട് അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് വലിയ മാറ്റങ്ങൾ കുട്ടികളിലും കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ടോ? കുട്ടികൾ ഇവിടെ വന്നതിന് ശേഷം അവരുടെ പല കഴിവുകളും നാഷണൽ വരെ കുട്ടികൾക്ക് പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാതാപിതാക്കൾ വന്ന് അത് കണ്ട് അതിനുശേഷം അത് അവരുടെ കഴിവുകളുടെ കാര്യത്തിൽ അതിനുശേഷം മാതാപിതാക്കൾ വന്ന് പറയാറുണ്ട്, സമൂഹത്തിൽ പലരും മാറ്റി നിർത്തപ്പെട്ടിരുന്ന കുട്ടികളായിരുന്നു, കുറേ അവഗണനകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ഇത് ഈ ഒരു പത്രങ്ങളിലൊക്കെ അവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ അവർ അവഗണിച്ചവർക്കൊക്കെ എല്ലാവർക്കും ഒരു മറുപടിയാണെന്ന് മാതാപിതാക്കൾ പറയാറുണ്ട്. അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല കാറ്റഗറീസ് ഉണ്ട്. ഈവൻ ഫുഡ് കഴിക്കാൻ പോലും നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികളുണ്ട്. ഞങ്ങൾ അതിന് പ്രത്യേക കെയർ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ഒരു അതിൽ ഇൻഡിപെൻഡൻ്റ് ആക്കിയിട്ടുള്ളവരുടെ സന്തോഷം, ഈവൻ ഒന്നിന് പോവുക എന്നുള്ളൊരു സിഗ്നൽ കാണിക്കാനുള്ള ആ പ്രാപ്തി തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങളാണ്. കാരണം സിവിയർ കാറ്റഗറി അത്രയും ഒരു കാര്യം പഠിപ്പിച്ചെടുക്കാനായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചെയ്യാൻ പഠിപ്പിച്ചെടുക്കാനായിട്ട് വളരെയധികം സമയമെടുക്കും.
അത് ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയാണ്. ഇപ്പം നിങ്ങൾ കഫേയിൽ കാണുന്നവരൊക്കെ വളരെ നേരിയ തോതിൽ ഭിന്നശേഷിയുള്ള കുട്ടികളാണ്. പക്ഷേ സിവിയർ ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇവർ സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നു, മറ്റവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയിലേക്ക് വരുന്നു. ആ പാരൻസിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാത്തതാണ്. അത് മാതാപിതാക്കളോട് ചോദിക്കേണ്ടതാണ്. അവർ ശരിക്കും പലരും വന്ന് ആ ഒരു സന്തോഷം പറയാറുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ വളരെ സപ്പോർട്ടീവാണ്. പാരൻസ്, മാതാപിതാക്കൾ എല്ലാവരും തന്നെ ഞങ്ങളോടൊപ്പം തന്നെ ഒരു കുടുംബം പോലെ പോകുന്നവരാണ്. ഇപ്പോൾ പല സിവിയർ കേസുകളെ പറ്റിയും സിസ്റ്റർ പറയുകയുണ്ടായി. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഈ കുട്ടികളിൽ നിന്ന് ഉപദ്രവങ്ങൾ ചിലപ്പം നേരിട്ടേക്കാം. പിന്നീട് അവർ വന്ന് ക്ഷമ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സിവിയർ കേസുകൾ പലതും അറ്റൻഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആണല്ലോ. ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് ഓരോരുത്തരും ഇവിടെയുള്ള ജീവനക്കാർ ആ ചാലഞ്ചിനെ ഏറ്റെടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും ചലഞ്ചസിൻ്റെ ആ വേദനകളെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നവരാണ്. കാരണം നേരത്തെ ചോദിച്ചതുപോലെ ഒരു ഇൻസിഡൻറ്റ്, ഒരു കുട്ടി ഫിക്സ് വന്നിട്ട് ചെറിയൊരു ടെൻഷൻ മതി, ഫിക്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പല പ്രത്യേകതകൾ അവർ കാണിക്കും. അപ്പോൾ ഈ കുട്ടി ഗേറ്റ് കടന്ന് ഓടിപ്പോകുമായിരുന്നു, റോട്ടിലേക്ക് ഓടിപ്പോയി ഭയങ്കര സ്പീഡിലാണ്. ഞാൻ ഓട്ടോ പിടിച്ച് ചെന്നിട്ടാണ് കുട്ടീനെ എനിക്ക് പിടിക്കാൻ പറ്റിയത്. ഞാൻ കണ്ടു കുട്ടി പോകുന്നത്, ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ടു, ഓടി പുറകെ. വേറെ ആരും കണ്ടിട്ടില്ല, എനിക്ക് ആരെയും കോൺടാക്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ കുട്ടിയുടെ പുറകെ ഓടുമായിരുന്നു. അപ്പോൾ മെയിൻ റോഡിൽ ചെന്നിട്ട് എല്ലാ വണ്ടികളും ബ്ലോക്കായി. ഒരാൾ പരിചയമില്ലാത്തവർ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഓട്ടോറിക്ഷയായിട്ട് ചെല്ലുമ്പോഴേക്കും കുട്ടി ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ ആ ടെൻഷൻ കൊണ്ട് നടു റോട്ടിൽ വെച്ചിട്ട് എൻ്റെ തലയിലുള്ള ഇതൊക്കെ വെയിലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. മൊത്തം വണ്ടികളും നിൽക്കുന്നു, എല്ലാ പോലീസുകാരൊക്കെ വന്ന് നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുട്ടിയുടെ സംരക്ഷണമാണ്. കുട്ടിയുടെ ആ ഒരു ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാനസികാവസ്ഥ മാറി, കുട്ടിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നൊരു അതുപോലുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിലും പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നിയിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ക്രിസ്തുവിനെ ഓരോ കുട്ടികളിലും കാണാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരിലും എനിക്ക് തോന്നുന്നു ആ കുട്ടികളിലും ഈശ്വരനെ ദർശിക്കാനായിട്ട് നമുക്ക് നമ്മളൊരു കമ്പാഷൻ എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ, അതും ആ ഒരു അനുഗ്രഹം ദൈവം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും, ഞാൻ മുൻപ് പറഞ്ഞല്ലോ, അധികം ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയി മാറിയിട്ടില്ല. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒരു ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് ഇപ്പം ഈ കുട്ടി ഇപ്പം ഒരു പെട്ടെന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എല്ലാവർക്കും ഒരേപോലെ അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ഈ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ എല്ലാവരും ഒരേപോലെ ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കണമെന്നില്ല. നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും ഇൻക്ലൂസീവ് ആയിട്ടുമില്ല പൂർണ്ണമായും. അപ്പം അങ്ങനെയുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ പെരുമാറിയിട്ടുണ്ടോ? കൂടുതലും ആളുകൾക്കും ഇങ്ങനെ ഒരു വളരെ ചുരുക്കം പേരുള്ളൂ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ മനസ്സിലാക്കുവാനും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നവരും. എല്ലാവരും ഇങ്ങനെ പറയും, വാക്കുകളിലൂടെ പറയും. പക്ഷേ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു വേണ്ട കെയർ കൊടുക്കാനോ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ചുരുക്കം പേരേ ഉള്ളൂ എന്നുള്ളത്. മനസ്സിലാക്കാതെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ആളുകളുടെ അടുത്തുനിന്ന്. നമുക്ക് ശരി യഥാർത്ഥത്തിലുള്ള നന്മ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലായിടത്തും. പക്ഷെ നന്മയുള്ളയിടത്ത് ഈ ഒരു ചലഞ്ചസ് ഉണ്ടാവും. അതെപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞങ്ങളത് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഇനിയും ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ കരുണ സ്പെഷ്യൽ സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് പോകുന്നത്? നമുക്കിപ്പോൾ 2 സെക്ഷൻസ് ഉണ്ട്. ഇത് 25 വർഷമായി സ്ഥാപിച്ചിട്ട്. സിൽവർ ജൂബിലിയാണ് ഈ വർഷം. പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് 210ഓളം കുട്ടികളുണ്ട്. എല്ലാവരും വൈപ്പിൻ നിയോജക മണ്ഡലത്തിലുള്ളത്, എറണാകുളത്തുള്ള കുട്ടികളുണ്ട്. ഈ 210 കുട്ടികളിൽ ഒരു 65 കുട്ടികൾ സ്കൂളിംഗ് ആണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾ സ്പെഷ്യൽ സ്കൂൾ ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, പിന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പോകുന്നത്.
അത് ഓരോ കുട്ടികളെ അസസ് ചെയ്തിട്ട് അവരുടെ കറണ്ട് ലെവൽ മനസ്സിലാക്കിയിട്ടാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഗ്രൂപ്പ് ടീച്ചിങ്ങും ഉണ്ട്. അങ്ങനെയാണ് കുട്ടികളുടെ ട്രെയിനിങ് പോകുന്നത്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഡാൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, മറ്റ് കായികപരമായ എല്ലാ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഇതോടൊപ്പം തന്നെ ഇവർക്കുണ്ട്. കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലാണ്. ഇവർ എല്ലാ സ്ഥല മത്സരങ്ങളിലൊക്കെ പോവാറുണ്ട്. അതിൽ ഒരു ഓവറോളൊക്കെ മിക്കവാറും കിട്ടാറുണ്ട്. കുറേ ട്രോഫികളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാം കിട്ടാറുണ്ട് ഇവർക്ക്. ഗവൺമെൻറ് സർക്കാരിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കുട്ടികൾക്കും മറ്റ് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനം ഇതൊക്കെ നടത്തുന്ന ക്ലബ്ബുകളൊക്കെ നടത്തുന്നതിലൊക്കെ കുട്ടികൾ ഫുള്ളി പാർട്ടിസിപ്പേറ്ററാണ്. പിന്നെ നമുക്കുള്ളത് വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്. അത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. അവരുടെ ഒരു സംരംഭമാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാന കഫേ. അതുപോലെ തന്നെ ഇവർക്ക് ക്യാൻഡിൽ മേക്കിംഗ് ഉണ്ട്, സോപ്പ് മേക്കിംഗ് ഉണ്ട്, പേപ്പർ ക്യാരി ബാഗ് മേക്കിംഗ് ഉണ്ട്. അത് ചെറിയ തോതിൽ സെയിൽ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട്, ഡാറ്റ എൻട്രി. പിന്നെ ഉള്ളത് ഇത് LED ബൾബിൻ്റെ മേക്കിംഗ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ കുട്ടികളുടെ കഴിവനുസരിച്ചിട്ട് അഗ്രികൾച്ചർ യൂണിറ്റ് ഉണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ കുട്ടികളുടെ കഴിവനുസരിച്ചായിട്ട് 152 സ്റ്റുഡൻസ് അതിൽ ഓരോ കാറ്റഗറിയിൽ അവർ തൊഴിൽ പരിശീലനം നേടുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റർ തന്നെ പറയുകയുണ്ടായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി പരിഗണനയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടതുണ്ടെന്ന്. അപ്പം ഇത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന കുട്ടികളെ നോക്കുന്ന അല്ലെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അധ്യാപകരുണ്ട്, കെയർ ടേക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇവരൊക്കെ പലപ്പോഴും ലോ പെയ്ഡ് ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. ഇപ്പം സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കുറച്ചുകൂടി ലോ പെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം ഇവർക്കൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു വരുമാനവും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഹൈ ഇൻകവും ഒക്കെ നൽകേണ്ടത് നമ്മുടെ ഒരു സർക്കാരിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമായിട്ടോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ? നമ്മുടെ അധ്യാപകർ ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, അവർ കുട്ടികളുടെ ജീവിതത്തിന് യഥാർത്ഥമായ ദിശ നൽകുന്നവരാണ്. അവരുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നവരാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാനുഷികമായിട്ടുള്ളൊരു ഭാവി നിർമ്മിക്കുന്നവരാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഈ അധ്യാപകരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതും വളരെ വ്യക്തമായിട്ടുള്ള, അതുപോലെ തന്നെ ദീർഘകാലത്തെ ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വളരെ വ്യക്തമായ നയം സർക്കാർ നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. അത് വളരെ ശക്തമായിട്ട് തന്നെ പിന്തുണയ്ക്കേണ്ടത് ഏറ്റവും ഈ സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു നയം രൂപീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ ഈ വരുമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫീൽഡ്, അതായത് MSW സോഷ്യൽ വർക്ക് ചെയ്യുന്ന BSW MSW ഒക്കെ പഠിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ വെളി രാജ്യങ്ങളിലൊക്കെ നല്ല ശമ്പളം കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് അവിടെ ശമ്പളത്തിന് വലിയൊരു വരുമാനം ലഭിക്കുന്നില്ല. അപ്പം മനസ്സുകൊണ്ട് വളരെയധികം ഈ പറയുന്ന ഫീൽഡിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളായിരിക്കും ഈ BSW MSW ഒക്കെ പഠിച്ചിറങ്ങുന്ന ആളുകൾ. നല്ല സ്കിൽഡ് ആയിരിക്കും. പക്ഷെ അവർക്ക് എന്തുകൊണ്ടൊക്കെയോ ഇവിടെ ഈ നാടിനെ സേവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, ഇവിടുത്തെ ആളുകളെ സേവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ എന്താണ് സാലറി സ്കെയിൽ വളരെ കുറവാണ്. അപ്പം ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് ഇവിടെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ സാലറീഡ് ആക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളില്ലേ? സോഷ്യൽ വർക്കേഴ്സ് ഈ രംഗത്ത് വളരെയധികം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ മാത്സും മറ്റ് സബ്ജക്റ്റുകളും പഠിച്ചിട്ടുള്ളവരാണ് ഈ ഒരു ഫീൽഡിലിരിക്കുന്നത്. വളരെയധികം ഒരിക്കലും ഒരു ഡെഡിക്കേഷനോട് കൂടി അവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. വളരെയധികം നമ്മൾ സങ്കടത്തോടെ നോക്കിക്കാണുന്നവരാണ്. ആ ഒരു രംഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രൊഫഷണലായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിനെ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കേരളത്തിൽ ഞാനൊരു MSW കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. കേരളത്തിൽ ഒട്ടും തന്നെ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ അവർ ആ ഒരു വളരെ ഡെഡിക്കേഷനോട് കൂടി പഠിച്ച് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ യുവാക്കളെല്ലാവരും പുറത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണം, അവരുടെ അവകാശങ്ങൾ പിന്തുണയ്ക്കുന്നൊരു സർക്കാർ നമുക്കിവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കേഴ്സിനെ യങ് ജനറേഷൻ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത്, ചാരിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള അതേസമയം ഡെഡിക്കേഷനുള്ള ഒരുപാട് യുവജനങ്ങളെ ഈ നല്ല തലമുറയെ വാർത്തെടുക്കേണ്ടത് അനിവാര്യമാണ്. ഭിന്നശേഷിക്കാരായ നമ്മുടെ ഒരു കുട്ടിയെ സംരക്ഷിക്കുന്നത് ശരിക്കും ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നതല്ല,
ഒരു സമൂഹത്തെ തന്നെ സംരക്ഷിക്കുന്നതാണ്. കാരണം ഈ കുട്ടികൾ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ അവർക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടി വേണ്ട വിധത്തിൽ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നേരിടേണ്ടതായിട്ട് വരും. കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു സ്പാർക്ക്, ഒന്ന് കളിയാക്കിയാൽ മതി കുട്ടിയുടെ മാനസിക നില തെറ്റാനായിട്ട്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം റോട്ടിൽ പല അപകട സാധ്യതകളുള്ളതാണ്. പക്ഷേ ഇത്രയും സംരക്ഷണം, ഇത്രയും കുട്ടികൾ കൺട്രോൾഡായിട്ട് അവരെ നല്ലൊരു ശരിയായ പരിശീലനം ലഭിക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അടുത്ത് ഞങ്ങൾ ഇതിനെപ്പറ്റി ഈ കുട്ടികളുടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ ഇതൊക്കെ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നത്? ഇനിയുള്ള കാലങ്ങളിൽ യങ് ജനറേഷൻസ് ഇതുപോലെ ജീവിതം ഡെഡിക്കേറ്റഡ് ആയിട്ട് സിസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ വൈദികരുടെ രൂപത്തിലൊക്കെ അധികം പേരുണ്ടാവുമോ? കുറവാണ്, വളരെ കുറവാണ്. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരും തന്നെ ഇല്ല. ഈ വൊക്കേഷൻ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ശരിക്കും പ്രകൃതിയെ നേരായ രീതിയിൽ നയിച്ചു കൊണ്ട് പോകാനായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ പലരുടെയും ജീവിതങ്ങൾ. ആ ജീവിതങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകിക്കൊണ്ട് സർക്കാർ ഇതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയില്ല എങ്കിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. മുൻപ് ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, പക്ഷേ എൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. രജിസ്ട്രേഷൻ നേരത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയായിരുന്നു, ഇപ്പോൾ അത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചെറിയ ഗ്രാൻഡ് നൽകുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ തുച്ഛമായ വേജസോടു കൂടിയാണ് അവർ ഈ ഒരു സർവീസ് ചെയ്യുന്നത്. എങ്കിലും എന്തോ ഒരു ദൈവത്തിൻ്റെ പ്ലാൻ എന്ന പോലെ ഒരുപാട് അധ്യാപകർ സ്പെഷ്യൽ സ്കൂളുകളിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ശരിക്കും അവർക്ക് ആവശ്യം പ്രശംസയല്ല, ഈ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ അധ്യാപകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അവർക്ക് അർഹമായ എല്ലാ അവകാശങ്ങളും അവർക്ക് നൽകണം. അവരുടെ ജീവിതത്തിന് ആവശ്യമായ സുരക്ഷയും അവർക്ക് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ഇതുപോലെ നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനങ്ങൾക്ക്, സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ട പിന്തുണയും സർക്കാർ നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യം. എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ സർക്കാരിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകളിനോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ നിങ്ങൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ? സാമൂഹ്യനീതി വകുപ്പിൽ സർക്കാരിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ അടുത്ത് കഴിഞ്ഞ 10 വർഷങ്ങളോളമായിട്ട് ഞങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുവാണ്. പല വേദനിക്കുന്ന അനുഭവങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു ഈ ഒരു ഫീൽഡിൽ വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് സർക്കാർ ഓഫീസുകളിൽ നിന്നാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നോടപ്പോൾ ചോദിച്ചപ്പോൾ ഞാനത് ഓർത്തില്ല. പക്ഷെ ശരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരുപാട് സർക്കാർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് കിട്ടിയത്. മോശമായ പെരുമാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളും ചെയ്യാതെ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് എന്നുള്ള അതിന് വേണ്ടിയിട്ടൊരു അത് അഡ്രസ്സ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പലതവണ കയറി ഇറങ്ങിയിട്ടുണ്ട് ഓഫീസുകളിലൊക്കെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി. ഞങ്ങൾ സാമ്പത്തിക സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെല്ലുന്നത് ഞങ്ങൾക്കൊട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. പല സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതുപോലെയുള്ള മതസ്ഥാപനങ്ങൾ മാത്രമാണ് പലതും നിലനിൽക്കുന്നത്. മറ്റ് പ്രൈവറ്റായിട്ടുള്ള നടത്തിയിട്ടുള്ളവർ നടത്താൻ പറ്റാതെ, പക്ഷെ അവരെല്ലാവരും വളരെ റെയറായിട്ടുള്ള, എനിക്കറിയാവുന്ന കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളും തന്നെ എനിക്കറിയാം. സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ ഒരു ഇവിടുത്തെ എറണാകുളം ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ വളരെ റെയറായിട്ടുള്ള സ്കൂളുകൾ മാത്രമാണ് നല്ല രീതിയിൽ, മോശമായിട്ടൊന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തെറാപ്പിസ്റ്റുകളെ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തെറാപ്പിസ്റ്റുകളെ നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ സ്പീച്ച് തെറാപ്പിസ്റ്റൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ. എല്ലാവരും തന്നെ പഠിച്ചിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്. കാരണം ഇവിടെ അവർക്ക് വേജസ് ഇല്ല, അവർക്ക് ആവശ്യമായ പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ട് യങ് ജനറേഷൻസ് എല്ലാം സ്പീച്ച് തെറാപ്പിസ്റ്റ്
ആരും തന്നെ ഇവിടെ ഇല്ല. ഞങ്ങളിപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ട്രെയിൻ ചെയ്തിട്ട് കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ സർക്കാരിൽ വീണ്ടും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രതിസന്ധികളൊക്കെ അറിയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് ഇതിന്റെ? അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഈ പുതിയ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ സ്ലോയില് പോകുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്, മുൻഗണന ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്, പ്രത്യേകം പരിഗണിക്കുന്നതാണെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. ഞാൻ ചീഫ് മിനിസ്റ്ററിനെ കണ്ട് CM-നെ പോയി കണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്, ഈ ഒരു കാര്യമായിരിക്കും പ്രത്യേകം പരിഗണിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതൽ വ്യക്തമായ നയത്തോടുകൂടി തന്നെ ദീർഘകാല പദ്ധതിയോടുകൂടിയുള്ള വ്യക്തമായ നയം രൂപീകരിക്കേണ്ടത് സർക്കാർ പിന്തുണയ്ക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്നത് പോലെ എന്താണ് സമീപിച്ച സമയത്ത് ഇങ്ങനെ ഒരു മോശം സമീപനം സ്വീകരിച്ചിരുന്നത്? കഴിഞ്ഞ ആദ്യത്തെ വർഷങ്ങളിൽ 6 വർഷങ്ങളിൽ 5 വർഷങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ അഡ്രസ്സ് ചെയ്യുമായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു വരുമായിരുന്നു. പിന്നീടുള്ള ഇതിൽ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് എന്തോ വ്യക്തമായ പ്ലാൻ ഉണ്ട്, അല്ലാതെ അവരത് നമ്മൾ അഡ്രസ്സ് ചെയ്യണേ ഇല്ല. ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കണേ. എന്താ, നമ്മളൊരു കോമൺ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യണേ, അപ്പം മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സർക്കാർ പറയുന്ന അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രീതിയിൽ പുതിയ ഇതനുസരിച്ചിട്ട് പുതിയ അപ്പോയിൻമെന്റ്സ് ഒന്നും പറ്റില്ല, അതുകൊണ്ട് ഈടാക്കൂല, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. പക്ഷെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവരിങ്ങനെ പ്രത്യേകം കുറച്ച് സ്കൂളുകൾക്ക് അവർ കൊടുക്കുകയുള്ളൂ, ഒരൊറ്റ സ്കൂളിനെയാണ് ജില്ലയിൽ കൊടുക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ കുറേ അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. ആ ഫണ്ട് അങ്ങോട്ട് വേറെ ഇതിലേക്ക് മാറ്റുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കൊന്നിനും വ്യക്തമായ മറുപടി തന്നിട്ടില്ല. നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിനും വ്യക്തമായിട്ടുള്ള മറുപടി തന്നിട്ടില്ല. വിവരാവകാശത്തിൽ നോക്കിയിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റോക്കും അതേപോലെ പലതരത്തിലുള്ള ജീവജാലങ്ങളും പ്രകൃതിയും എല്ലാം ചേർന്ന് കുട്ടികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള, നമ്മൾ കയറി വരുന്നവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻസ് തരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമ്മളിപ്പം ഈ സിസ്റ്റർ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അതായത് ഡിപ്പാർട്ട്മെന്റുകൾ ശ്രദ്ധിച്ച് എന്താണ് ആ ഒരു പ്രശ്നങ്ങളെല്ലാം തിരുത്തി മുന്നേക്ക് പോകാൻ പറ്റട്ടെ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ് സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. നിന്റെ ആഗ്രഹം പോലെ തന്നെ അവിടെ വന്നിരുന്നു. താങ്ക് യു.